ഈ പുസ്തകത്തിൻ്റെ കവറിനെ സംബന്ധിച്ച് ഈ 200ാമത്തെ പതിപ്പിൻ്റെ പ്രകാശനത്തിൽ പൃഥ്വിരാജ് പങ്കെടുത്തിരുന്നു. അന്ന് പൃഥ്വിരാജ് ആശംസ നേർന്നുകൊണ്ട് പറഞ്ഞത്, വീട്ടിലധികവും ഒറ്റയ്ക്കാണ്, മക്കളും ഭാര്യയൊക്കെ പുറത്താണ്. അപ്പോൾ ഈ ഏകാന്തത എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബോറടിക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അതിൽ സന്തോഷം കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ജീവിതത്തിലുള്ള ഈ ഏകാന്തതയെ എങ്ങനെയാണ് നോക്കിക്കാണുകയും എങ്ങനെയാണ് ബോറടി ഇല്ലാതെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ? ഏകാന്തത എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഏകാന്തത എന്ന് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. എനിക്ക് കൂട്ടായ പുസ്തകങ്ങളുണ്ട്, വായിച്ചു തീരാനുള്ള പുസ്തകങ്ങളുടെ വലിയ നിര നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, എഴുതാനുള്ള പുസ്തകങ്ങൾ, എഴുതാൻ നമ്മുടെ മനസ്സിൽ സ്വരുക്കൂട്ടിയിരിക്കുന്ന കഥകൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് എനിക്ക് ബോറടി എന്ന് പറയുന്ന കാര്യമില്ല. ഉറക്കം വളരെ കുറച്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. വിശ്രമിക്കുന്ന സമയം വളരെ കുറച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കൂട്ടുകാരോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് മരിച്ചതിന് ശേഷം ഇഷ്ടംപോലെ ഉറങ്ങാൻ സമയമുണ്ട്, വിശ്രമിക്കാൻ സമയമുണ്ട്, ബോറടിക്കാൻ സമയമുണ്ട്. ജീവിച്ചിരിക്കുന്ന ചെറിയ കാലത്ത് നമുക്ക് ചെയ്യാവുന്ന പ്രവൃത്തി ഏറ്റവും സന്തോഷത്തോടു കൂടി ഏറ്റവും ക്രിയേറ്റീവായി ചെയ്യുക എന്നുള്ളതാണ്. അത് എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മാതൃകയാണ്, വരും തലമുറയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മാതൃകയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ഒരു സർഗാത്മകതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഏതൊരു നിമിഷമുണ്ട്. അതിന്മേൽ പിന്നീട് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് സ്വയമേ വന്ന് ഭവിക്കുന്നതല്ല. നമ്മളുടെ വിജയങ്ങൾ എന്ന് പറയുന്നത്, നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകമായിരിക്കാം, നമ്മളുടെ ഗാനമായിരിക്കാം, നമ്മുടെ നൃത്തമായിരിക്കാം, നമ്മളുടെ പഠനമായിരിക്കാം, നമ്മളുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കുന്ന അത് വെറുതെ വന്നു ചേരുന്നതല്ല. നമ്മുടെ കഠിനാധ്വാനത്തിനകത്ത് നിറയെ നിക്ഷേപിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ്. ആ നിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളായിട്ടാണ് ഞാൻ ഓരോ നിമിഷത്തെയും കാണുന്നത്. അതിലൊന്ന് നിമിഷം നഷ്ടപ്പെട്ടു പോയാൽ അത് ജീവിതത്തിൽ എല്ലാ കാലത്തേക്കും നഷ്ടപ്പെട്ടു പോയതാണെന്നാണ്. അതുകൊണ്ട് എനിക്ക് ബോറടിയില്ല. ഞാൻ ജീവിതത്തെ വളരെയധികം ആസ്വദിച്ച്, ഒരു നിമിഷവും എന്താണോ ആ നിമിഷത്തെ ആസ്വദിച്ച് ജീവിക്കുന്ന, സന്തോഷകരമായി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുതിയ എഴുത്തിനെ പറ്റി എന്താ? ഒരു സമയം ഒന്നിലധികം എഴുതാറുണ്ടോ? എങ്ങനെയാണ് ആ പ്രോസസ്സ്? ഇപ്പോൾ പുതിയൊരു നോവലിൻ്റെ വർക്കിലാണ് ഞാൻ. ഗ്രീസിൽ പോയതൊക്കെ അതുമായി ബന്ധപ്പെട്ടായിരുന്നു, കുറേ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ വർഷം അവസാനത്തേക്കെങ്കിലും അത് ഒന്ന് പൂർത്തിയാക്കി ചെയ്യണമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു 3, 4, 5 ഘട്ട എഴുത്ത് പല ഘട്ടത്തിൽ കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ ഒരു 1ാം ഘട്ട എഴുത്ത് കഴിഞ്ഞു. അതിൻ്റെ പുതുക്കിപ്പണികൾ നടക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു പേരൊന്നും ആയിട്ടില്ല. എൻ്റെ ഏറ്റവും അവസാനം നിർണ്ണയിക്കുന്ന സാധനമാണ് പേര് എന്ന് പറയുന്നത്. പിന്നെ ഈ പല ഇത് എഴുതുക എന്ന് പറയുന്നത്, ചിലപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഈ നോവൽ എഴുതുന്നതിൻ്റെ ഇടയിലാണ് കൊച്ചി എന്ന് പറയുന്ന കഥ എഴുതിയത്. അങ്ങനെ പല ആലോചനകൾ ഉണ്ടാവുമെങ്കിൽ പോലും ഒരു നോവലിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ അതിലേക്ക് മാത്രമാവുകയും മറ്റുള്ളവയൊക്കെ മാറ്റി വെക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ആ നോവൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധ. നോവൽ എന്നോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. എത്രയും വേഗം അത് പൂർത്തിയാക്കി പുറത്തിറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള മറ്റ് കൃതികളിലേക്ക്, ആലോചനകളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെയും ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളുടെയൊക്കെ കാലത്ത് ഓട്ടോഗ്രാഫ് കുറയുന്നുണ്ടോ? എന്താ അഭിപ്രായം? എനിക്ക് എന്തായാലും ഇതിലൊരു ഓട്ടോഗ്രാഫ് വേണം. അങ്ങനെ കുറയുന്നില്ല. ആൾക്കാർ സെൽഫി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ആയതോടുകൂടി സെൽഫിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും സെൽഫിയോടൊപ്പം തന്നെ പുസ്തകം വാങ്ങിക്കൊണ്ട് വന്ന് അതിലൊരു ഒപ്പ് വാങ്ങിക്കാൻ ധാരാളം ആൾക്കാർ മെനക്കെടുക്കും. കാരണം വായനക്കാരാണല്ലോ നമ്മളുടെ പ്രിയപ്പെട്ടതെന്ന് പറയുന്നത്. ഒരു സിനിമാ നടനെ സംബന്ധിച്ചോ മറ്റൊരാളെ സംബന്ധിച്ചോ അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോഗ്രാഫുകളോട് വലിയ താല്പര്യമുണ്ട്. വളരെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വളരെ സന്തോഷത്തോടു കൂടി ഓട്ടോഗ്രാഫുകൾ വാങ്ങാറുണ്ട്. ഉണ്ണിക്ക് എത്ര ഓട്ടോഗ്രാഫ് പുസ്തകങ്ങൾ തന്നിട്ടുണ്ടെന്ന് അറിയില്ല, എങ്കിൽ പോലും ഈ പ്രത്യേക നിമിഷത്തിൽ ഒരു ഓട്ടോഗ്രാഫ് കൂടി ആവാം എന്ന് കരുതുന്നു. നിന്ന് എഴുതുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ കവറിനെ സംബന്ധിച്ച് ഈ 200ാമത്തെ പതിപ്പിൻ്റെ പ്രകാശനത്തിൽ പൃഥ്വിരാജ് പങ്കെടുത്തിരുന്നു. അന്ന് പൃഥ്വിരാജ് ആശംസ നേർന്നുകൊണ്ട് പറഞ്ഞത്, എന്തെങ്കിലും ഒരിക്കൽ ഒരു പതിപ്പ് ഇറങ്ങുകയും സിനിമ വരാറാവുമ്പോൾ എൻ്റെ കവർ ചിത്രം അടിച്ചുകൊണ്ട് ആടുജീവിതം ഇറങ്ങണമെന്നാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അത് സഫലമാക്കിയിരിക്കുകയാണ്. 251ാമത്തെ പതിപ്പ് അത് ഉണ്ണിക്ക് നൽകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ വളരെ ഫോർമലായിട്ടുള്ള ഒരു വിടവാങ്ങൽ മാത്രം വീണ്ടും നമുക്ക് കാണാം. തീർച്ചയായിട്ടും ആ വിടവാങ്ങൽ എന്നും പറഞ്ഞില്ലേ, കത്തുകളിലൂടെ നേടിയ സൗഹൃദം വലിയ സന്തോഷത്തോടുകൂടി തുടരുന്നു എന്നുള്ളത് വലിയ കാര്യമുണ്ട്.
അന്ന് വളരെ ചെറിയ കുട്ടിയായിരുന്നു. അവിടെ നിന്ന് വളർന്ന് വലിയ ആളായി. ഇനിയും വളരെ ഉയരങ്ങൾ പോകട്ടെ. വളരെ പ്രതീക്ഷയുള്ള എഴുത്തുകാരിയാണ് മലയാള സാഹിത്യത്തിന്. ആ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തരത്തിലുള്ള കഥകളുണ്ടാവട്ടെ, സമാഹാരങ്ങളുണ്ടാവട്ടെ, നോവലുകളുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ അടുത്ത തലമുറയിലെ ഒരാളെന്ന നിലയിൽ ചേർത്ത് നിർത്തുന്നു.